പലർക്കും ഉള്ളൊരു സംശയം, അതായത് വലിയ വലിയ ട്രേഡേഴ്സ്, സ്മാർട്ട് മണി എന്നൊക്കെ പറയുന്ന വലിയ വലിയ ട്രേഡേഴ്സ് എവിടെയാണ് ബൈ ചെയ്യുന്നത്, എവിടെയാണ് സെല്ല് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക, അത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് എൻട്രി എക്സിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റുക. അതിന് പല വിധത്തിലുള്ള വഴികളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു മാർഗ്ഗമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളെപ്പോഴും എന്താണ് ബേസിക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഗ്രാജുവലായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഓർഡർ ബ്ലോക്കുകളാണ്. ഓർഡർ ബ്ലോക്കുകൾ എന്താണ്? ഈ ഓർഡർ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടുന്ന് ഇപ്പോൾ താഴേക്കൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്, ഇവിടുന്ന് ഇപ്പോൾ താഴേക്കൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഈ ഒരു ഏരിയ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ഏരിയ ഒരു ഓർഡർ ബ്ലോക്കാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? തിരിച്ച് ആ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ, ആ ഒരു ഏരിയ ആണ്, ആ ഒരു പ്രൈസ് അല്ല, ആ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും അവരവിടെ സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർ ഓൾറെഡി സെല്ല് ചെയ്ത് കഴിഞ്ഞു, വീണ്ടും അവിടെ സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ്? താഴേക്ക് വീണ്ടും ഒരു റിജക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കിയേ, ഇവിടെ അങ്ങനെ തന്നെയല്ലേ? നോക്കിയേ, താഴേക്ക് വന്നു. നേരെ മറിച്ച് ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് എന്താണ്? മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട് മാർക്കറ്റ്. അതുകൊണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് വീണ്ടും മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്താണ്? മുകളിലേക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ താഴേക്കും ശക്തമായിട്ട് മുകളിലേക്കൊക്കെ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടാകും. അതൊക്കെ എന്താണ്? ഒരിക്കലും റീറ്റെയിൽ ട്രേഡേഴ്സ് ബൈയോ സെല്ലോ ചെയ്യുന്നത് കൊണ്ടല്ല, ഇത്തരത്തിൽ വലിയ വലിയ ട്രേഡേഴ്സ് ബൈയോ സെല്ലും ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള നല്ല ഫോളുകളും നല്ല റൈസുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എവിടെയാണ് അത്തരത്തിലുള്ള ഓർഡർ ബ്ലോക്കുകൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വെച്ച് നല്ല എൻട്രി എടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നല്ല എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഈ മൂവ്മെൻറ്റുകളും ഓർഡർ ബ്ലോക്കുകളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതായത് നോക്കിയേ, ഇവിടെ താഴേക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെയും താഴേക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് താഴേക്ക് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, മുകളിലേക്കും ഒരുപാട് മൂവ്മെൻറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എന്താണ്? സ്മാർട്ട് മണി ബൈ ചെയ്തു, സ്മാർട്ട് മണി സെല്ല് ചെയ്തു. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ അവർ പിന്നെയും സെല്ല് ചെയ്യുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റണം ചാർട്ടിന് ഏതൊക്കെയാണ് ഓർഡർ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. എന്താണ് ഓർഡർ ബ്ലോക്ക്? സ്മാർട്ട് മണി ബൈയും സെല്ലും ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഓർഡർ ബ്ലോക്ക് എന്ന് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കണം. അതിനുള്ള ചില മാർഗ്ഗങ്ങളാണ് ഇന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു താഴേക്ക് ശക്തമായ ഫോള് കാണുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഏറ്റവും മുകളിലായിരിക്കും. കാരണം ആ ഒരു പ്രൈസിന് ശക്തമായിട്ട് സെല്ലിങ് നടന്നത് കൊണ്ടല്ലേ മാർക്കറ്റ് താഴേക്ക് വന്നത്. അപ്പോൾ സ്മാർട്ട് മണിയാണ് തീർച്ചയായിട്ടും അവിടെ സെല്ല് ചെയ്തിരിക്കുന്നത്. അതെന്താണ്? അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. അവിടെ മാത്രമാണ് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കുക, അവിടെ മാത്രമല്ല ഉണ്ടായിരിക്കുക. ഇപ്പോൾ താഴേക്ക് ഇങ്ങനെ ശക്തമായിട്ട് വരുന്നു, ഒരു റിജക്ഷൻ മുകളിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ, താഴേക്ക് ശക്തമായിട്ട് വരുന്നു, ഒരു റിജക്ഷൻ മുകളിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു റിജക്ഷനും എന്താണ്? സ്മാർട്ട് മണി യൂസ് ചെയ്ത് സെല്ല് ചെയ്യും. താഴേക്ക് മാർക്കറ്റ് ഫോൾ ചെയ്യുന്നു, ഒരു റിജക്ഷൻ ചെറിയ കറക്ഷൻ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ സ്മാർട്ട് മണി ട്രേഡേഴ്സിന് എന്താണ്? അത്തരത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ്? ഇതൊരു അവസരമാണ്. എന്താണ്? അവർ തീർച്ചയായിട്ടും ഷോർട്ടാണ്, അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഷോർട്ടാണ്, അവർ ബിയറിഷ് ആണ് ഈ മാർക്കറ്റിൽ. അവരെന്ത് കാണുന്നു? ചെറിയൊരു ബുള്ളിഷ് മൊമെൻറ്റ് അവർക്ക് കിട്ടുകയാണ്. അവർക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ അവർക്ക് സെല്ല് ചെയ്യേണ്ട, തീർച്ചയായിട്ടും കുറച്ചുകൂടി ഒരു ഓഫർ പ്രൈസ് ഇവിടെ കിട്ടുകയാണ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ അത് അവരൊരു അവസരമായിട്ട് എടുത്തിട്ട് ഈ ബൈ ചെയ്ത എല്ലാവരെയും ട്രാപ്പാക്കിയിട്ട് അവർ വീണ്ടും എന്ത് ചെയ്യും? സെല്ല് ചെയ്യും. അത്തരത്തിൽ മൂവ്മെൻറ്റിൻ്റെ മുകളിലും ഓർഡർ ബ്ലോക്ക് ഉണ്ടാകും, മൂവ്മെൻറ്റിൻ്റെ നടുവിൽ അത്തരത്തിലുള്ള മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്കും എന്താണ്? ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. ഇടയ്ക്കും അത്തരത്തിൽ സ്മാർട്ട് മണീസ് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇനി എന്താണ് പർട്ടിക്കുലറായിട്ട് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ഏതൊക്കെയാണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്? ഒന്നാമത്തെ കാര്യം, ഏറ്റവും നല്ല ഓർഡർ ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏറ്റവും നല്ല ഓർഡർ ബ്ലോക്കുകൾ ഏതാണ്? ഇത്തരത്തിൽ നോക്കിയേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ കാണുന്നില്ലേ? ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ട്. എന്താണ്? ഒരു 180 ബാറാണ്, ഒരു 180 ബാർ. അത്തരത്തിലുള്ള 180 ബാറിനെ ക്രോസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നീട് പോകുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള 180 ബാറിനെ ക്രോസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പിന്നീട് പോകുന്നതെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. 180 ബാറുകൾ നിങ്ങൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക, വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഇത്തരത്തിലുള്ള 180 ബാർ, അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ എന്താ കാണുന്നത്? താഴേക്ക് വന്നു, ഓക്കെ, മാർക്കറ്റ് താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി. ഇവിടെ നിന്നാണ് സെല്ലിങ് നടക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? ഓർഡർ ബ്ലോക്ക് എവിടെയാണ് ഉണ്ടാകുക? ഒരു മൂവ്മെൻറ്റ് എവിടെയാണോ തുടങ്ങിയത്, നോക്കിയേ, ഇവിടെ നിന്നാണ് പിന്നീട് സെല്ലിങ് നടക്കുന്നത്. എവിടെയാണോ തുടങ്ങിയത് അവിടെയാണ് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കുക. ഇവിടെ എന്താണ്? ഈ ഒരു വലിയ മൂവ്മെൻറ്റിന് നടുവിലാണ്, അതിനുശേഷമുള്ള മൂവ്മെൻറ്റിൻ്റെ തുടക്കമാണ്. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിലാണ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവുക. അല്ലാതെ വെറുതെ എവിടെയും കൊണ്ടുപോയിട്ട് ഓർഡർ ബ്ലോക്ക് വെക്കരുത്. ആ ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിൽ, അതായത് ഇവിടെ എന്താണ്? ഒരു 180 ബാറാണ്. ഗ്രീനിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബാർ ഏതാണ്? 180 ബാറാണ്. ആ ഒരു 180 ബാറിനെയാണ് മറികടന്നിട്ട് തിരിച്ച് താഴേക്ക് കറക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അത്തരത്തിലുള്ള 180 ബാറുകളാണ് ഏറ്റവും നല്ല ഓർഡർ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? ഒരു സെല്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ഗ്രീൻ ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത്
നോക്കിയേ, താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി. ഇവിടെ നിന്നാണ് സെല്ലിംഗ് ഉണ്ടായത്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യും? ആ ഒരു ഗ്രീനിൻ്റെ ഹൈ നിങ്ങൾ മാർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഗ്രീനിൻ്റെ ലോ നിങ്ങൾ മാർക്ക് ചെയ്യുന്നു. അതിപ്പോൾ ഗ്രീനിന് വിക്ക് ഉണ്ടെങ്കിൽ ആ വിക്കിൻ്റെയും താഴെയാണ് വെക്കേണ്ടത്. ബോഡി മാത്രമല്ല വിക്കും കൺസിഡർ ചെയ്യണം. നോക്കിയേ, ഇവിടെ എന്താണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് അവിടെ വരെ പോയിട്ട് ആ ഒരു ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിലിനെ മറികടന്നിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള ബിയറിഷ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, 180 ബാറാണ് ഏറ്റവും നല്ല ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് വിക്കുകൾ കൂടി വരുന്തോറും എന്താണ് ഓർഡർ ബ്ലോക്കിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരും തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ 180 ബാറിന് പകരം ഒരു പോയിന്റ് ചെയ്യുന്ന മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്ന ബാറോ ഒരു 50-50 ബാറൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓർഡർ ബ്ലോക്കിന് അവിടെ പ്രാധാന്യം കുറവാണ്, തീർച്ചയായിട്ടും പ്രാധാന്യം കുറവാണ്. 180 ബാറിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വിക്കുകൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ഈ ഒരു ക്യാൻഡിലിന്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന് വിക്കുകൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ പവർ കുറഞ്ഞു വരികയാണ് ചെയ്യുക. നോക്കിയേ, അതുകൊണ്ട് ഇതെന്താണ്, ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കിയേ, താഴേക്ക് പോകുന്നു, ഒരു കറക്ഷൻ ഉണ്ടാകുന്നു, കൃത്യമായിട്ടൊരു കറക്ഷൻ ഉണ്ടാകുന്നു. ആ ഒരു കറക്ഷനെ മറികടന്നിട്ട് എന്താണ് താഴേക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് കാണുന്നു? ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ മറികടന്ന് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു കറക്ഷൻ മുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു 3 റെഡ് ക്യാൻഡിലിന് ശേഷം വീണ്ടും 3 ഗ്രീൻ ക്യാൻഡിലുകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇത്രയും ആ ഒരു ഫോളിന് പവർ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചില്ല. ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ വീണ്ടും എന്താണ് കൃത്യമായിട്ടുള്ള ഫോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓർഡർ ബ്ലോക്കാണ്, വളരെ നല്ലൊരു റേഞ്ചാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കൺഫർമേഷൻ കിട്ടി. നോക്കിയേ, താഴേക്ക് വന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിച്ച് അവിടുന്ന് ശക്തമായിട്ട് താഴേക്ക് വന്നു. എങ്ങനെ താഴേക്ക് വന്നു? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെ താഴേക്ക് വന്നു? ഗ്രീൻ ക്യാൻഡിലുകൾ ഉണ്ടാക്കാതെ താഴേക്ക് വന്നു. നോക്കിയേ, റെഡ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റെഡ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഏറ്റവും നല്ല ഓർഡർ ബ്ലോക്കുകൾ ആ ഒരു റേഞ്ചിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂടുന്നത് എപ്പോഴാണ്? അവിടെ നിന്ന് ഉണ്ടാകുന്ന ഫോളും റൈസും എത്ര പവർഫുള്ളാണ്. ഓക്കെ, ഇവിടുന്ന് താഴേക്ക് വന്നു, നേരെ മറിച്ച് ഇതിപ്പം മുകളിലേക്ക് ഇത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിനൊരു പ്രാധാന്യമില്ല. കാരണം എന്താണ്? ഇവിടുന്ന് ഇത്രയേ ഫോൾ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണ്? നോക്കിയേ, ഇവിടെ വന്നിട്ടാണ് ഫോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു റേഞ്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ വന്നിട്ട് ഉണ്ടായിരിക്കുന്ന ഫോളിൻ്റെ പവർ നിങ്ങൾ നോക്കിയാൽ റെഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോളാണ്. അതുകൊണ്ട് എന്താണ് ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിൻ്റെ റേഞ്ച് തന്നെ ആയിരിക്കും. പലരും ഓർഡർ ബ്ലോക്കിനെ പറ്റി പറയുന്നത് ഇത്തരത്തിൽ ഫോൾ ഉണ്ടാകുമ്പോൾ നടുവിൽ ഇത്തരത്തിൽ ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ അത് ഓർഡർ ബ്ലോക്കാണ്. അതൊന്നും ഒരിക്കലും ഓർഡർ ബ്ലോക്ക് അല്ല. അത്തരത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കാവുന്നതാണ്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ അതൊന്നും ഒരിക്കലും ഓർഡർ ബ്ലോക്ക് അല്ല. ഓർഡർ ബ്ലോക്ക് എവിടെയാണ് ഉണ്ടാവേണ്ടത്? ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. തീർച്ചയായിട്ടും അവിടെ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്കോ താഴേക്കോ ഉണ്ടാവണം. അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഓർഡർ ബ്ലോക്കാണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു ശക്തമായ ഫോൾ ഉണ്ടായതുകൊണ്ട് ഈ ഒരു റേഞ്ച് എന്താണ്? ഓർഡർ ബ്ലോക്കാണ്. തീർച്ചയായിട്ടും ഓർഡർ ബ്ലോക്കാണ്. ഇവിടുന്ന് ശക്തമായിട്ടുള്ളൊരു ഫോൾ ഉണ്ടായതുകൊണ്ട് ഇത് ഓർഡർ ബ്ലോക്കുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് എപ്പോഴാണ് ഇത്തരത്തിൽ ഗ്രീൻ ഇല്ലാതെ ഫോളും അതുപോലെ തന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ റെഡ് ഇല്ലാതെ റൈസും ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്താണ് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാതെ വെറുതെ ഒരു ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ഉണ്ട്, അവിടുന്ന് ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടില്ല. മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഇവിടുന്ന് എന്താണ്? നോക്കിയേ, ശക്തമായൊരു മൂവ്മെൻ്റ് ആണ് മുകളിലേക്ക് പോയത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ശക്തമായൊരു മൂവ്മെൻ്റ് ആണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ആ മൂവ്മെൻറ്റിനെയും ആ ഒരു ഗ്രീനിനെയും മറികടന്നുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് ഫോൾ ആയത്. നമ്മൾ എന്താണ് ഇവിടെ കണ്ടത്? അതിൻ്റെ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു വേർഷനാണ്. നോക്കിയേ, മുകളിലേക്ക് പോയ മാർക്കറ്റിനെ അതിശക്തമായിട്ട് മറികടന്നു. ഓക്കെ, ഇതൊക്കെ ഗ്രീനിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ നല്ല പവർഫുൾ ക്യാൻഡിൽ ഉണ്ടാക്കി മുകളിലേക്ക് പോയ മാർക്കറ്റാണ്. അതിനെന്താണ് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ വലിയ ട്രേഡേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് സെല്ല് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പറയും, നോക്കിയാൽ തൊട്ടിപ്പുറം കാണുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലല്ലേ, ആ ഒരു റേഞ്ചിലല്ലേ തിരിച്ച് സെല്ല് ചെയ്തിരിക്കുന്നത്. അതല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വരുന്ന വീഡിയോയിൽ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എന്താണ്? നോക്കിയേ, ഇവിടെ എത്തുമ്പോൾ എന്താണ്? ഈ ഒരു ഗ്രീൻ, അതായത് പലരും പറയുന്നത് പോലെ റെഡ് ഉണ്ടാകുന്നു, അതിൻ്റെ നടുവിലൊരു ഗ്രീൻ ഉണ്ടാകും, അത് ഓർഡർ ബ്ലോക്കാണ്. അവിടെ എത്തുമ്പോൾ സെല്ല് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അവിടെയല്ലേ സെല്ല് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ സംശയം വരുന്നുണ്ടാകും. അതല്ല ആക്ച്വലി. അതായത് നോക്കിയേ,
ഈ ഒരു റേഞ്ചിലല്ലേ സെല്ലിങ് നടന്നിട്ടുള്ളത്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ റേഞ്ചിലെ സംശയം വന്നിട്ടുണ്ടാകും. അതല്ല ആക്ച്വലി, അതുകൊണ്ടല്ല അവിടെ സെല്ലിങ് നടന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് പഠിക്കും ഈ ഒരു മൂവ്മെൻറ്റ് എന്താണ് എന്നൊക്കെ. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക. നോക്കിയേ, ഒരു പവർഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. എവിടുന്ന്? ഇവിടെയാണ് നിങ്ങൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നതെങ്കിൽ അവിടുന്ന് പവർഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, അവിടേക്ക് വന്നിരിക്കുന്നതും പവർഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കണം. അവിടേക്ക് വന്നിരിക്കുന്നതും പവർഫുൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കണം. അവിടുന്ന് പോകുന്നതും പവർഫുൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഞാൻ എന്താണ് പറഞ്ഞത്, സെല്ലിംഗ് ഉണ്ടാകുമ്പോൾ തൊട്ട് മുന്നത്തെ ഗ്രീൻ ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം അതിനെയാണ് മറികടക്കുന്നത്. നോക്കിയേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഹൈയും ലോവും നമ്മൾ ബ്ലോക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുന്നു. നോക്കിയേ, അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് കാണുന്നുണ്ട്? തീർച്ചയായിട്ടും താഴേക്ക് വരുന്ന മാർക്കറ്റ് തിരിച്ചു പോയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ റേഞ്ചിൽ നോക്കിയാൽ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴേക്ക് വീണിട്ടുണ്ട്. ഇവിടെ എന്താണ് മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് 4 അവറിൻ്റെ ചാർട്ടാണ്. 4 അവറിൻ്റെ ചാർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, പ്രൈസിൽ എന്താണ്, ഇതൊക്കെ വലിയ ഒരു ഓർഡർ ബ്ലോക്കാണ്. വലിയ പ്രൈസിൽ വ്യത്യാസമുണ്ട്. നോക്കിയേ, 1906, അതിൻ്റെ ഹൈ എവിടെയാണ് വരുന്നത്? 1917ലാണ്. 1906 1917ലാണ്. ഇത്തരത്തിൽ വലിയൊരു പോയിന്റിൻ്റെ ഓർഡർ ബ്ലോക്കാണ്, വലിയൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. ഇത്തരത്തിൽ വലിയ ഏരിയ കിട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓർഡർ ബ്ലോക്ക് വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അടുത്തതായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്? എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്? അതിൻ്റെ 50% യൂസ് ചെയ്തിട്ടാണ്. അതായത് നോക്കി, ഇതെന്താണ്, ഏകദേശം ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ 50% ഞാനവിടെ വരച്ചിട്ടില്ലേ? ആ 50% യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. അതായത് തിരിച്ച് മുകളിലേക്ക് വന്ന് ആ ഒരു 50%ൻ്റെ ഉള്ളിലാണ്, ആദ്യത്തെ 50%ൻ്റെ ഉള്ളിലാണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴേക്ക് വരുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇതിപ്പോൾ ക്രോസ് ചെയ്ത് പോകുന്നു. ഇതിപ്പോൾ ഈ ഒരു 50% ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ടെൻഡൻസി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഓർഡർ ബ്ലോക്ക് വെച്ചുള്ള ഏറ്റവും നല്ല എൻട്രി ഏതാണ്? ആ ഒരു 50%ൻ്റെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ എൻട്രി കിട്ടുകയാണെങ്കിൽ. അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വരികയാണ്. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ ആദ്യത്തെ ആ ഒരു 50%ൽ സപ്പോർട്ട് ഫേസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്, തീർച്ചയായിട്ടും നല്ല എൻട്രി കിട്ടും. ആ 50% ക്രോസ് ചെയ്ത് താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴേക്കൊരു മൂവ്മെൻറ്റ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓർഡർ ബ്ലോക്ക് വെച്ച് എപ്പോഴും എൻട്രി എപ്പാണ്? 50%ൻ്റെ ആദ്യത്തെ 50%ൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് അടുത്ത കാര്യം വരുന്നത്. നോക്കിയേ, ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ, അതായത് 50%ൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ റിജക്ഷൻ കാണുന്നു, അവിടെ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് നിങ്ങൾ വെക്കേണ്ടത്? ഈ 50%ലാണോ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്? ഒരിക്കലും അല്ല. ഓർഡർ ബ്ലോക്ക് വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടുമേലെ കുറച്ച് മേലെ വെച്ചിരിക്കണം. ഓർഡർ ബ്ലോക്ക് വെച്ച് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ കുറച്ച് മേലെ വെച്ചിരിക്കണം. ഇവിടെ നിങ്ങൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇത്തരത്തിൽ താഴേക്കൊന്ന് മുകളിലേക്കൊന്ന് മാർക്കറ്റിൽ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ വെച്ചിരിക്കണം. ആ ലെവലിൽ വെക്കരുത്, കുറച്ച് താഴെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണം. ഇവിടെയാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്. എന്താ പ്രശ്നം വരുന്നത്? നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിങ്ങൾക്ക് വെക്കണം. അത്തരത്തിൽ 4 അവറിൻ്റെ ക്യാൻഡിൽ വെച്ച് വെയിറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഫോൾ ഉണ്ടായാലാണ് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് വെച്ച് 1:2 റിസ്ക് റിവാർഡ് എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വീഴണം. ആ ഒരു റേഞ്ചിലേക്ക് വീണാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതൊരുപക്ഷെ ഇത്തരത്തിൽ പെട്ടെന്ന് വീഴണമെന്നില്ല, കുറേ ക്യാൻഡിലുകൾ എടുത്ത് സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും വീഴുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലായതുകൊണ്ടാണ്. നോക്കിയേ, ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് ഉള്ളതുകൊണ്ടാണ്. ഈ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റുമോ? കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള എൻട്രി എടുക്കാൻ വേണ്ടി പറ്റുമോ? കുറച്ചും കൂടി ആ ഒരു സമയം ഷാർപ്പായിട്ട് കുറച്ചും കൂടി ചെറിയൊരു ക്യാൻഡിൽ അത്തരത്തിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റുമോ? അതിനൊരു മാർഗ്ഗമുണ്ട്. എന്താണ്? അതിന് നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം എന്ത് ചെയ്യുന്നു? ഈ ഒരു 50% ലൈന് ഡിലീറ്റ് ചെയ്യുകയാണ്. ആ ഒരു 50% ലൈന് ഡിലീറ്റ് ചെയ്യുകയാണ്. നോക്കിയേ, ആ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഷാർപ്പായിട്ട് എൻട്രി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇതിപ്പോൾ 4 അവറിൻ്റെ ആണ്. 1 അവറിൻ്റെ ചാർട്ടിലേക്ക് പോവുക. സെയിം സ്ഥലം എടുത്ത് നോക്കുക, 1 അവറിൻ്റെ ചാർട്ടിലേക്ക് പോകുക. എന്താണ് സംഭവിച്ചത് നോക്കുക. നോക്കി, ഏതാണ് നമ്മൾ വരച്ച് വെച്ച ഓർഡർ ബ്ലോക്ക്? ഇതാണ് നമ്മൾ വരച്ച് വെച്ച ഓർഡർ ബ്ലോക്ക്. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഇവിടെ എന്താ കാണുന്നത്? നോക്കി, ഇത് 1 അവറിൻ്റെ ചാർട്ടാണ്. മുകളിലേക്ക് ശക്തമായിട്ട് പോകുന്ന കാണുന്നുണ്ട്. നോക്കിയാൽ മുകളിലേക്ക് ശക്തമായിട്ട് പോകുന്നത് കാണുന്നുണ്ട്. ഇവിടെ എന്താണ്? 1 അവറിൻ്റെ ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കാൻ പോവുകയാണ്. എവിടെയാണ് ഉള്ളത്? ഈ റേഞ്ചിൽ തന്നെ നോക്കണം, വേറെ എവിടെയും നോക്കരുത്. മുകളിലേക്ക് പോകുന്നു. നോക്കിയാൽ മുകളിലേക്ക് പോകുന്നു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇതാണ് അവസാനത്തെ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ മറികടന്നിട്ടാണ് പിന്നീട് ശക്തമായിട്ടുള്ള ഫോള് താഴേക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ഓർഡർ ബ്ലോക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കിയേ,
ആ ഒരു ലൈനിനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗ്രീനിൻ്റെ റേഞ്ചിലേക്ക് മാറ്റി നമ്മൾ വെക്കുകയാണ്. നോക്കിക്കോളുക, നമ്മൾ എന്ത് ചെയ്തു, ഓർഡർ ബ്ലോക്ക് ചെറുതായിട്ട് കറക്റ്റ് ചെയ്ത് കുറച്ചുകൂടി ചെറുതാക്കി. എങ്ങനെ കുറച്ചുകൂടി ചെറുതാക്കിയത്? കുറച്ചുകൂടി ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ എന്താണ്, കുറച്ചുകൂടി ചെറിയൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടി. അവിടെ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ചെറിയൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോഴും എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വൈഡായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കിത് ഓക്കെ ഡീസൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് തീർച്ചയായിട്ടും എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ ഷോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് വലിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട. ഇതിലും പെട്ടെന്ന് നിങ്ങൾ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് പോവുക. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്ത് പഠിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, ഒരു ടോപ്പിൽ നിന്ന് വീഴുകയാണെങ്കിൽ ആ ടോപ്പിലെ ക്യാൻഡിൽ നോക്കി ഏതാണ് ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ, അത് നോക്കിയിട്ട് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫോളോ ചെയ്യുമ്പോൾ ഒരു കറക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആ കറക്ഷൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ ഏതാണ്, അത് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചിട്ടും അത്തരത്തിൽ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഷാർപ്പ് എൻട്രി വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഷോർട്ടർ ടൈം ഫ്രെയിമുകളിലേക്ക് ഇത്തരത്തിൽ ഷിഫ്റ്റ് ചെയ്ത് പോകുക. ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്ത് പഠിക്കുക. അതുപോലെ മാർക്കറ്റ് എങ്ങനെയാണ് ആ ഒരു റേഞ്ചിൽ വന്ന് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മാർക്കറ്റിൽ യൂസ് ചെയ്ത് ഡെമോ ട്രേഡിങ്ങിന് വേണ്ടി മാർക്കറ്റിൽ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി മുന്നോട്ട് പോകുന്തോറും എന്താണ്, കുറച്ച് കാര്യങ്ങൾ അഡീഷണലായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.